മന്ത്രി ബിന്ദു കൃഷ്ണ റിപ്പോർട്ടർ ടിവിക്കൊപ്പം ചേരുകയാണ്. KT ജലീലിന്റെ വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം അത് വിദ്യാർത്ഥികളെ അപമാനിക്കുന്നതാണ് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞു. അപ്പോഴും നിലപാട് തിരുത്താൻ തനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ ജലീൽ തയ്യാറാവുന്നില്ല. താൻ ഗുണദോഷിക്കുകയാണ് ചെയ്തതെന്നാണ് ജലീൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ഗുണദോഷം കേരളത്തിലെ കുട്ടികൾക്ക് ആവശ്യമില്ല. നിയമം അത് അനുവദിക്കുന്നതുമില്ല. കുട്ടികളോടുള്ള സമീപനം മാറ്റേണ്ടതായിരുന്നു. ഇദ്ദേഹം അധ്യാപകനായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു അധ്യാപകന് ചേർന്ന സമീപനമാണോ ഇത്? കുഞ്ഞുങ്ങളെ പബ്ലിക്കായി വിളിച്ച് പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും അവരുടെ അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളെ തിരുത്തുകയാണെങ്കിൽ ഇങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത്. നമുക്കറിയാം, പബ്ലിക്കായിട്ട് നമ്മളെ വിളിച്ചിട്ട്, നമ്മൾ മുതിർന്നവരാണെങ്കിൽ പോലും വിളിച്ചിട്ട് പറയുമ്പോൾ എന്തുമാത്രം വേദനയും അപകർഷതാബോധവും അപമാനവും ഒക്കെ ഉണ്ടാകുന്നത്. അത് അദ്ദേഹത്തിന് തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, അദ്ദേഹം ചെയ്ത തെറ്റാണെന്ന് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ അദ്ദേഹം ഇപ്പോൾ അംഗമായിരിക്കുന്ന പാർട്ടി അദ്ദേഹത്തെ തിരുത്തേണ്ടതാണ്. ശിശു സൗഹൃദ സംസ്ഥാനമാണ് നമ്മളുടേത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസിന് വളരെ പ്രാധാന്യമാണുള്ളത്. ചെറിയ കാര്യമായിട്ട് മിനിസ്റ്ററും സർക്കാരൊന്നും കാണുന്നില്ല അല്ലേ? ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. ഏറ്റവും ഗൗരവമുള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളെ പരസ്യമായി അവഹേളിക്കുക, തിരുത്തിയതല്ലല്ലോ. അവിടെ പറഞ്ഞ ഓരോ വാക്കും, അദ്ദേഹം ചെവിക്ക് പിടിച്ചത് ഒക്കെ, അതൊക്കെ പരസ്യമായിട്ടില്ല. അത്രയും കുട്ടികളിരിക്കുകയല്ലേ, അതിൽ ഒന്നോ രണ്ടോ കുട്ടികളെ മാത്രം വിളിച്ച് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ഔചിത്യമില്ല, അത് കുറ്റകരവുമാണ്. നമ്മൾ നേരത്തെ റിപ്പോർട്ടൊക്കെ ചോദിച്ചിരുന്നു വകുപ്പുമായി ബന്ധപ്പെട്ട ഇക്കാര്യത്തിൽ. അതിൻ്റെ ഒരു നടപടി എന്താ? റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്കും രക്ഷാകർത്താക്കൾക്കും പരാതി ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ കുട്ടികൾക്ക് പരാതി ഇല്ലെങ്കിൽ പോലും സ്റ്റേറ്റിന് അക്കാര്യത്തിൽ പരാതിയുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട്. നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് കേസെടുത്താലും എനിക്ക് പ്രശ്നമില്ല, ജാമ്യം എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അത് ആ തെറ്റ് ഉൾക്കൊള്ളണം എന്നാണോ പറയാനുള്ളത്? അതെ, അദ്ദേഹത്തോട് ഏറെ ബഹുമാനത്തോടെ പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി, അറിഞ്ഞാലും അറിയാതെയും തെറ്റുപറ്റി. ആ തെറ്റാണെന്ന് ബോധ്യപ്പെടാൻ അദ്ദേഹം തയ്യാറാകണം. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകരാണല്ലോ ജനങ്ങൾക്ക് മാതൃകയാകേണ്ടത്. അദ്ദേഹം തീർച്ചയായും അത് തെറ്റ് മനസ്സിലാക്കാൻ തയ്യാറാകണം ഇനിയെങ്കിലും. ബിന്ദുകൃഷ്ണയുണ്ട്. ബിന്ദുകൃഷ്ണ മിനിസ്റ്റർ മുൻപ് പറഞ്ഞൊരു പ്രതികരണം, തൻ്റെ ഒരു ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നല്ല ചർച്ചയാണ്. ആളുകൾ ശരിക്കും ഒരു മന്ത്രിക്ക് പോലും ഒരു അരക്ഷിതത്വ ബോധം തോന്നുന്നൊരു സാഹചര്യം കേരളത്തിലും ആകെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ശരിക്ക് പ്രതികരിക്കണം എന്നുള്ളതാണ്. അതിൽ നിന്ന് കൊടുക്കുന്ന നമ്മളൊരു സന്ദേശം എന്താണ്? ഞാനത് മനോഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതാണ്. അതായത്, ഈ മനുഷ്യരിൽ ചിലരുടെ ഇപ്പോഴുമുള്ള ഈ സോഷ്യൽ മീഡിയ ആയാലും അല്ലാത്ത മീഡിയയിലായാലും ഉപയോഗിക്കാൻ ഇത്തരത്തിലൊരു മാനസിക നില, അത് ഒരിക്കലും ആശാസ്യമല്ല. അത് തിരുത്തേണ്ടതാണ്. മുതിർന്ന ഒരു വനിത, പ്രത്യേകിച്ച് മന്ത്രി, അങ്ങനെയുള്ള എൻ്റെ ഫോട്ടോ പോലും ആ തരത്തിൽ എടുക്കാൻ ധൈര്യം കാണിക്കും, പിന്നെ അത് പോസ്റ്റ് ചെയ്യുക. അത് എന്തൊരു മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ പരിപാടിക്ക് പോയതാണ് മന്ത്രി ഔദ്യോഗികമായിട്ട് ഒരു ചടങ്ങിന് പോയതാണ്. അപ്പോൾ ഞാനത് കണ്ടില്ല. കാരണം ഈ തൊട്ടപ്പുറത്ത് ഇദ്ദേഹം നിന്ന് സൂം ചെയ്യുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട്, എൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ഉള്ള ആളുകൾ കൗതുകത്തോടെ ശ്രദ്ധിച്ചതാണ്. അപ്പോഴാണ് കാണുന്നത് മുഖമില്ല, ബോഡി മാത്രം എടുത്തു വയ്ക്കുന്നു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, അതാണ്, അതൊരിക്കലും എന്തായാലും നല്ല ഉദ്ദേശമായിരിക്കും, ഇതെല്ലാം ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏതൊരു സ്ത്രീയായാലും ഏതൊരു പെൺകുട്ടി ആരെയും അങ്ങനെ മോശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. എന്നിട്ട് അവർ പ്രതികരിച്ചപ്പോൾ ഇല്ലില്ല എന്ന് പറഞ്ഞ് അപ്പോഴേ മാറ്റി. പിന്നെ കാണുന്ന ആ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഡിലീറ്റ് ചെയ്തതിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പിന്നീട് ബന്ധപ്പെടാനോ അങ്ങനെ വല്ല ശ്രമം നടത്തി? അങ്ങനെ ശ്രമം നടത്തുന്നതായിട്ട് അറിഞ്ഞു. നേരിട്ട് വന്നിട്ടില്ല, ശ്രമം നടത്തുന്നതായിട്ട് അറിഞ്ഞു. ശരിയല്ല എന്നുള്ള നിലപാട് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഒരു പെൺകുട്ടിയുടെയോ സ്ത്രീയെയോ അങ്ങനെ ചിത്രീകരിക്കുന്നത് നിയമവിരുദ്ധം മാത്രമല്ല, അത് തെറ്റാണ്. അത് അങ്ങേയറ്റം മോശപ്പെട്ടൊരു മാനസികാവസ്ഥയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. നിയമ നടപടിയുമായിട്ടൊക്കെ അക്കാര്യത്തിൽ മുന്നോട്ട് അല്ല, നിയമ നടപടിയുടെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹം തന്നെ തിരുത്തി. ഏതായാലും ഈ പെൺകുട്ടികളും അങ്ങനെയുള്ളവരൊക്കെ ഇത് കരുതണം. കൂടുതൽ ഊർജ്ജത്തോടെ നിയമ നടപടി എടുക്കുന്നില്ല, അങ്ങനെയല്ല. ഞാൻ ആ മനോഭാവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഉദാഹരണം പറഞ്ഞത്. തീർച്ചയായും അങ്ങനെ ദുരനുഭവം ഉണ്ടായാൽ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളത് ഞാൻ അപ്പോഴും അറിഞ്ഞില്ല. പിന്നീട് ഇത് ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഈ സെലിബ്രിറ്റിയായ വനിതാ നടിമാർ അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രത്യേക ആംഗിളിലുള്ളൊക്കെ ചില സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇങ്ങനെ വെക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ദൃശ്യങ്ങളിൽ. അതിനെതിരെ ചില നടിമാരൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? അവരവരുടെ ശരീരം അവരവരുടേതാണ്. അത് സ്ത്രീകളുടെ ശരീരത്തെ മറ്റൊരു കണ്ണുകളോട് കാണുന്നത് നിയമപരമായും ധാർമ്മികമായും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ശക്തമായ നടപടികൾ എടുക്കേണ്ട കാര്യം തന്നെയാണ്.